വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ സോഫ്റ്റ് ചപ്പാത്തിയുടെ റെസിപ്പി കാണാം. ചപ്പാത്തി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കും. എങ്കിൽ ഒരുപാട് നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പം അതിനായിട്ട് ഞാൻ ചെറിയൊരു അളവ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് ഗോതമ്പ് പൊടി എന്ന് പറയുമ്പോൾ ഏകദേശം 120 ഗ്രാം വരും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ നെയ്യോ കോക്കനട്ട് ഓയിലോ ഉപയോഗിക്കാം. അപ്പം നെയ്യ് മാവിലേക്ക് നന്നായിട്ട് റബ്ബിൻ ചെയ്യുക, തേച്ച് പിടിപ്പിക്കുക. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒട്ടും നെയ്യില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം. നെയ്യിടുമ്പോൾ ഒന്നുകൂടി ഒരു ഫ്ലേവറാണ്. നമ്മളിവിടെ എടുത്തേക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടിയാണല്ലോ. അപ്പം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, ചെറിയ ചൂടുവെള്ളം. 1/2 കപ്പ് മുഴുവനായിട്ട് ആവശ്യം വരത്തില്ല. അതിൻ്റെ ഒരു 1/4 ഭാഗം സാധാരണ ഉപയോഗിക്കുക. നമ്മൾ പൊടി എടുക്കുന്നതനുസരിച്ച് ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളത്തിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ ചെറിയ ചൂട്, നമ്മൾ ലൂക്കോമിനെക്കാളും കുറച്ചും കൂടെ ചൂടുണ്ട്. ആ ഒരു പരുവത്തിൽ എടുത്തേക്കുന്നത്. ഭയങ്കര ചൂട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു വെന്ത ടേസ്റ്റാണ് വരിക. പേഴ്സണലി അതെനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നല്ല തിളച്ച വെള്ളത്തിൽ ഉണ്ടാക്കിയാലും. 1/2 കപ്പ് എടുത്തിട്ട് ഇത്രയും ബാക്കിയുണ്ട്. ഒരു 1/4 ഭാഗം വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. 1/2 കപ്പിൻ്റെ 3/4. ഇനി നന്നായിട്ട് നീഡ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ഭാഗം യൂസ് ചെയ്ത് നന്നായിട്ട് നീഡ് ചെയ്യുക. ഇപ്പോൾ കയ്യിൽ നന്നായിട്ട് ഒട്ടുന്നുണ്ട്. കയ്യിൽ ഒട്ടാത്തൊരു പരുവാവണം. അതുവരെ ഏകദേശം ഒരു 3-4 മിനിറ്റ് നീഡ് ചെയ്യുക. ഒരു 3 മിനിറ്റോളം ഞാൻ നീഡ് ചെയ്തു. നമ്മൾ നീഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഭാഗം യൂസ് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, നീഡ് ചെയ്യുക, ആ രീതിയിൽ ചെയ്യുക. ഇപ്പോൾ കൈയുണ്ടോ, കയ്യിൽ പിടിക്കാത്തൊരു പരുവായി. ഒട്ടും പൊടി ഇടയ്ക്കിട്ട് കൊടുത്തിട്ടില്ല. ഇനി ഒന്ന് ഇതേപോലെ പുറം സർഫസ് ഒന്ന് സ്മൂത്ത് ആക്കിയ ശേഷം ഒരു നന്ന തുണിയിട്ട് കവർ ചെയ്ത് ഒരു 20 to 30 മിനിറ്റ്സ് മാറ്റി വെക്കാം. നമ്മൾ 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്തു. ചെക്ക് ചെയ്യാം. നല്ല സോഫ്റ്റായി. ഇതിനെ നമുക്ക് 5ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 കപ്പിൽ നിന്ന് 5 ചപ്പാത്തിയാണ് കിട്ടുക, മീഡിയം സൈസ്. ഇത് ഓരോന്നും പരത്തിയെടുക്കണം. ഉപയോഗിക്കുന്ന അത്രയും സമയത്ത് എപ്പോഴും നന്ന തുണിയിട്ട് കവർ ചെയ്ത് വെക്കുക. പരത്താനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയിൽ ആദ്യം നന്നായിട്ടൊന്ന് മുക്കുക. നമ്മളിതിൻ്റെ ഇടയ്ക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തൂത്ത ശേഷം പൊടി ഇട്ടിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും. അത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലെയർ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര മയമാണ്. ഇത് അങ്ങനെ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമ്മൾ റെഗുലറായിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ്. ഇതേപോലെ തിന്നായിട്ട് പരത്തിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇടാം. ഇത് ഡയറക്റ്റ് ചുട്ടെടുക്കാം. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് തവ ചൂടാക്കാം. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയം ഹീറ്റിൽ വേണം വെക്കാൻ. ഒത്തിരി ഹൈയും പാടില്ല, ലോവും പാടില്ല. മീഡിയം ഹീറ്റിൽ ചൂടാക്കുക. അപ്പോൾ ഒത്തിരി ഹൈ ഹീറ്റിലാണെങ്കിൽ പെട്ടെന്ന് ബേൺ ആവും. ലോ ഹീറ്റിലാണെങ്കിൽ കട്ടിയാവും. ചപ്പാത്തിക്ക് നല്ലൊരു കട്ടി തോന്നും, ഡ്രൈ ആയിട്ട് വരും. തവ നന്നായിട്ട് ചൂടാകുമ്പോൾ ചപ്പാത്തി ഇടാം. 10-15 സെക്കൻഡ്സ് കഴിയുമ്പോൾ ടേൺ ചെയ്യാം. തീ എപ്പോഴും നമ്മൾ ഫ്ലെയിം എപ്പോഴും ഒരു
മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ, മീഡിയം ഹൈ. ചൂട് കുറയാൻ തോന്നുമ്പോൾ തീ കൂട്ടിയിടാം, അല്ലെങ്കിൽ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. ഇതേപോലെ ഒരു കളറായി കഴിയുമ്പോൾ ടേൺ ചെയ്യുക. പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ ചെറിയ തുണി വെച്ചിട്ട് ചെയ്യാം, അല്ലെ ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ. ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും. പ്ലേറ്റിലേക്ക് ഇടാം. പ്ലേറ്റിലേക്ക് ഇട്ട ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് നെയ്യ് ഇച്ചിരി റബ്ബ് ചെയ്യാം. ചെറുതായിട്ട് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം, വളരെ കുറച്ച്. ടേൺ ചെയ്യാം. ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടേ, ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും. ഈ സെർവിങ് പ്ലേറ്റിലേക്ക് വെക്കുക. വെച്ച ശേഷം കുറച്ച് ഗീ. നമ്മൾ ചപ്പാത്തി എല്ലാം ചുറ്റെടുത്തു. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അതിൻ്റെ ടെക്സ്ചർ കണ്ടോ. നമ്മൾ നന്നായിട്ട് പൊങ്ങിയാൽ തന്നെ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടും. ചപ്പാത്തി സോഫ്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ കുഴയ്ക്കുമ്പോൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ്. ഒന്ന് നന്നായിട്ട് കുഴയ്ക്കുക. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പം ഹീറ്റ് എപ്പോഴും മീഡിയം ഹീറ്റിൽ വെക്കുക. ഒത്തിരി ഹൈയിലും വെക്കാൻ പാടില്ല, ലോ ആയിട്ടും ഹീറ്റ് വെക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഇത് കുറച്ച് നേരം ഇരുന്നാൽ തന്നെ ഇത് സോഫ്റ്റായിട്ട് ഇരിക്കും. അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ച ശേഷം ഫ്രിഡ്ജിൽ വേണമെങ്കിൽ മാവായിട്ട് എടുത്ത് വെക്കാം. 1-2 ദിവസത്തിനകം നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ടും പറ്റും. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.